ഹലോ സ്റ്റുഡൻസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. എന്തായിരുന്നു? ഫോർമാറ്റ്. ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസുള്ള ഫോർമാറ്റുകൾ എങ്ങനെയൊക്കെയാണ് എഴുതേണ്ടതെന്നുള്ളത് ആണ് നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. നിങ്ങൾ ഇവിടെ നോക്കിയാൽ മനസ്സിലാവും ഏതിന്റെയൊക്കെയാണ് ഫോർമാറ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നതെന്ന് അല്ലെ. അതുകൂടാതെ ഇനി നമ്മൾ എക്സ്ട്രാ എക്സാം റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യം കൂടി ഡിസ്കസ് ചെയ്യും. അപ്പൊ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു വിഷയം കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു 5 ഫോർമാറ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഡിസ്കസ് ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ചോദിച്ചു കണ്ടിട്ടുള്ള ഈ 5 ക്വസ്റ്റ്യൻസിന്റെ ഫോർമാറ്റുകളാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ അതിന് മുമ്പായിട്ട് നമുക്ക് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാവരും ചെറുപ്പം 8ാം ക്ലാസ് മുതൽ നിങ്ങൾ 8, 9, 10 ഇപ്പൊ തന്നെ ഒരു 2 എക്സാംസ് നിങ്ങൾ അറ്റൻഡ് ചെയ്തു. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ തന്നെ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കണം അല്ലെ. ആദ്യത്തെ ഒരു സെക്ഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു? ടെക്സ്റ്റൽ പാരഗ്രാഫ് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? പോയത്തിലെ സ്റ്റാൻസ് തന്നിട്ട് എന്ത് ചെയ്യുക? ക്വസ്റ്റ്യൻ ചോദിക്കുക. മൂന്നാമത് പോയത്തിന്റെ ഒരു അപ്രിസിയേഷൻ എഴുതാൻ പറയും. നാലാമത് നിങ്ങൾ ഇതുവരെ വായിക്കാത്ത എക്സ്റ്റേണലി ഒരു പാരഗ്രാഫ് തരും, എന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കും. ഇത്രയും കാര്യങ്ങളായിരുന്നില്ലേ? ഇനി ഈ 4 ക്വസ്റ്റ്യനിൽ 3 എണ്ണത്തിന് ഒരു പ്രത്യേകത ഉണ്ട്. എന്തായിരുന്നു ആ പ്രത്യേകത? ഇപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ടെക്സ്റ്റൽ പാരഗ്രാഫ് തന്ന് ക്വസ്റ്റ്യൻ ചോദിക്കാം. രണ്ടാമത് പോയത്തിലെ സ്റ്റാൻസ് തന്നിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. മൂന്നാമത് എക്സ്റ്റേണൽ പാരഗ്രാഫ്, ഇതുവരെ നിങ്ങൾ വായിക്കാത്ത ഒരു പാരഗ്രാഫ് ഉണ്ട്, അതിൽ നിന്ന് എന്ത് ചോദിക്കാം? ക്വസ്റ്റ്യൻ ചോദിക്കാം. ഈ 3 ക്വസ്റ്റ്യൻസിന്റെ പ്രത്യേകത എന്തായിരുന്നു? അതിന്റെ ആൻസേഴ്സ് എവിടെ ഉണ്ടാവും? ആ ഒരു പാരഗ്രാഫിലോ ആ ഒരു സ്റ്റാൻസിലോ ഒന്നും ഉണ്ടാവും. കറക്റ്റ് ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിക്ക് ഔട്ട് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. ഇനി നാലാമതൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ പോയത്തിന്റെ അപ്രിസിയേഷൻ ആയിരുന്നു. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ എങ്ങനെയാണ് അപ്രിസിയേഷൻ ഈസി ആയിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തായിരുന്നു അല്ലെ. അപ്പൊ ആദ്യത്തെ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇനി അവസാനത്തെ സെക്ഷൻ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഗ്രാമർ ആണ് അല്ലെ. ഫ്രേസൽ വെർബ്സ്, കംപ്ലീറ്റ് കോൺവെർസേഷൻ, പാസേജ് എഡിറ്റൽ അല്ലെ, നോൺ ഫ്രേസ്, വെർബ് ഫ്രേസ്, ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകളാണ് ലാസ്റ്റത്തെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ. അതിന്റെയും ഗുണം എന്തായിരുന്നു അല്ലെ? ബ്രാക്കറ്റ്സിൽ എന്ത് തന്നിട്ടുണ്ടാവും? മിക്ക ക്വസ്റ്റ്യന്റെയും ബ്രാക്കറ്റ്സിൽ ആൻസേഴ്സ് തന്നിട്ടുണ്ടാവും. കറക്റ്റ് ആയിട്ട് പിക്ക് ഔട്ട് ചെയ്ത് എഴുതിയാലും മതിയാവും. ഓക്കെ. ഇനി ഫസ്റ്റ് സെക്ഷനിൽ ടെക്സ്റ്റൽ പാരഗ്രാഫും സ്റ്റാൻസും റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ. അവസാന സെക്ഷനിൽ എന്ത് വരും? ഗ്രാമർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് വരും. ഇനി നടുക്ക് വരുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ ഉണ്ട്. ഒരു 35 മുതൽ 40 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. ഡിസ്കോഴ്സസ് ക്വസ്റ്റ്യൻസ് അല്ലെ. 7 മാർക്ക്, 6 മാർക്ക്, 5 മാർക്ക്, ഈ ഒരു 3 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ള ഡിസ്കോഴ്സസ് ക്വസ്റ്റ്യൻസുകൾ ഉണ്ടാവും. ഓക്കെ. ബാക്കി 2 സെക്ഷനിലെ ക്വസ്റ്റ്യൻസുകളിൽ ഓൾറെഡി ആൻസേഴ്സ് അവിടെ ഉണ്ട്, നമുക്കത് കറക്റ്റ് പിക്ക് ഔട്ട് ചെയ്ത് എഴുതിയാൽ മതിയാവും. പക്ഷെ ഇതിൽ അങ്ങനെയാണോ? അല്ല. നമ്മുടെ ഇമാജിനേഷൻ എടുത്തിട്ട് കറക്റ്റ് ഫോർമാറ്റ് കാര്യങ്ങളും അതുപോലെ ചാപ്റ്ററിലെ ഇൻസിഡന്റ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്, ആ ഒരു ഭാഗം നമുക്ക് ടാക്കിൾ ചെയ്യാനായിട്ട്. അല്ലാതെ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, അത് കൺവേ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പൊ അതിനു മുമ്പായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, ടീച്ചേഴ്സിന്റെ കയ്യിൽ ആൻസേഴ്സ് ഉണ്ടാവും അല്ലെ. നിങ്ങളുടെ പേപ്പർ കറക്റ്റ് ചെയ്യുന്ന സമയത്ത് ആൻസേഴ്സ് ഉണ്ടാവും. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ഒരു പേഴ്സോണിഫിക്കേഷൻ ചോദിക്കുന്ന സമയത്ത് ആദ്യത്തെ സെക്ഷൻസ് ഇല്ലടാ. ടെക്സ്റ്റൽ പാരഗ്രാഫ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക, എക്സ്റ്റേണൽ പാരഗ്രാഫ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക, പോയത്തിലെ സ്റ്റാൻസ് എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇതിന്റെയൊക്കെ ആൻസേഴ്സ് ഓൾറെഡി ഒറ്റൊരു ആൻസറല്ലേ ഉണ്ടാവുള്ളൂ. നമുക്ക് സ്വന്തമായിട്ട് ഇമാജിൻ ചെയ്ത് എഴുതാൻ പറ്റില്ലല്ലോ. ഓൾറെഡി ആ പാരഗ്രാഫിന് എടുത്ത് എഴുതേണ്ടി വരും. അപ്പൊ അതിന്റെയൊക്കെ ആൻസേഴ്സ് ടീച്ചേഴ്സിന്റെ ഉണ്ടാവും. അതുപോലെ തന്നെ അവസാനമുള്ള ഗ്രാമർ സെക്ഷനിൽ അതിന്റെയും ആൻസേഴ്സ് അല്ലെ. കറക്റ്റ് ഒരു ആൻസറിൽ അതിന് ചെയ്യാൻ പറ്റുള്ളൂ. അതിന്റെ ആൻസേഴ്സും ടീച്ചേഴ്സിന്റെ ഉണ്ടാവും അല്ലെ. അത് നമുക്ക് ശരിക്കും ശ്രദ്ധിച്ചു വേണം എഴുതാൻ. പക്ഷെ ഈ ഇടയിൽ വരുന്ന ഡിസ്കോഴ്സസ് എന്നുള്ള ഭാഗം, ഡയറി ഒരു ക്വസ്റ്റ്യൻ, ഡയറിയുടെ ക്വസ്റ്റ്യൻ ആണ്. ടീച്ചറുടെ കയ്യിൽ ഡയറി ഇങ്ങനെ വേണം കേട്ടോ, ഈ കാര്യങ്ങളെല്ലാം ഈ വേർഡ് ഈ സെന്റൻസ് തന്നെ വന്നാലേ മാർക്ക് കിട്ടുള്ളൂ. അങ്ങനെ ഒന്ന് ഉണ്ടാവോ? ഇല്ല അല്ലെ. നമ്മൾ അപ്രിസിയേഷന്റെ വീഡിയോ ഡിസ്കസ് ചെയ്ത സമയത്ത് പറഞ്ഞിട്ടുണ്ടോ, അപ്രിസിയേഷൻ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിൽ നമ്മൾ അതിനെങ്ങനെയാണ് 3 ആയിട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, തിരിച്ചേക്കുന്നത് അല്ലെ. ആദ്യത്തെ 1 മാർക്ക് എന്തിനു പോകും? ഇൻട്രൊഡക്ഷന് പോകും. അതിനുശേഷമുള്ള 2 മാർക്ക് എന്ത് പോകും? ഏത് സ്റ്റാൻസയുടെ അപ്രിസിയേഷൻ ആണ് ചോദിച്ചത് അത് ഡീറ്റെയിൽ ചെയ്യുന്നതിന് 2 മാർക്ക്. അവസാനത്തെ 2 മാർക്ക് എന്തിനായിരുന്നു? പോയറ്റിക് ഡിവൈസ് ചെയ്യുന്നില്ല അല്ലെ. 10 പോയറ്റിക് ഡിവൈസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പൊ ഇങ്ങനെയാണ് തിരിച്ചേക്കുന്നത്. അതുപോലെ തന്നെ ഡിസ്കോഴ്സസിലേക്ക് വരുന്ന സമയത്തും ഇതുപോലെ ടീച്ചേഴ്സ് എന്ത് ചെയ്തിട്ടുണ്ട്? മാർക്ക് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. പ്രസന്റേഷൻ 1 മാർക്ക്, ഫോർമാറ്റ് കറക്റ്റ് ആയിട്ട് വരുന്നതിന് 2 മാർക്ക്, ആ ഒരു കറക്റ്റ് ഇവന്റ് തന്നെ യൂസ് ചെയ്തതിന് മറ്റൊരു 1 മാർക്ക്. ഇങ്ങനെ ഓരോ രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ടാവും? ക്ലാസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഡിസ്കോഴ്സസ് ക്വസ്റ്റ്യൻസ് ആണോ ഈ പറഞ്ഞിരിക്കുന്ന ഡയറി, അതുപോലെ ലെറ്റർ, നോട്ടീസ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ഇവന്റ് ഇൻവിറ്റേഷൻ, ഇതിനെല്ലാത്തിനും ഫോർമാറ്റിന് 1, 2 മാർക്ക് ഉണ്ടാവും. 1 മാർക്കല്ലേ 2 മാർക്കല്ലേ നമുക്ക് അത് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ടോട്ടൽ നമ്മുടെ 80 മാർക്കിൽ 72 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 മാർക്കും ചെറിയൊരു മാർക്കും നമുക്ക് എന്താണ് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ ഫോർമാറ്റിന്റെ 1 മാർക്ക്, 2 മാർക്ക് ആണെങ്കിൽ 3 മാർക്ക്, 5 മാർക്ക് ആണെങ്കിലും അതിപ്പോ അര മാർക്ക് കിട്ടിയാൽ പോലും നമ്മൾ അത് എന്ത് ചെയ്യണം? കറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ എഴുതി പോകണം. അത് നമുക്ക് സാർ എന്ത് ചെയ്യാം? ഈസിയാണ്. നമുക്ക് ഈ ഒരു വീഡിയോയിൽ നമുക്ക് പഠിച്ചെടുക്കാം എങ്ങനെയാണ് ഫോർമാറ്റിൽ 5 കാര്യത്തിന്റെ ഫോർമാറ്റ്. 5 കാര്യത്തിന്റെ ഫോർമാറ്റ്. ഇതിൽ ചിലത് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്ന ഫോർമാറ്റുകളായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അറിയാത്ത ഫോർമാറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സ്കിപ്പ് ചെയ്തു. പക്ഷെ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുക?
ഫോർമാറ്റ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യും, ഡിസ്കസ് ചെയ്യും. വളരെ കുറച്ച് സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഫോർമാറ്റിലൂടെ ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ ക്ലാസ്സിലേക്ക് കടക്കാണ്. നമുക്ക് ആദ്യമായി ഡിസ്കസ് ചെയ്യാനുള്ള ഫോർമാറ്റ് ഏതായിരുന്നു? ഡയറി അല്ലെ? ഡയറി എഴുതാറില്ല എല്ലാവരും? എല്ലാവരും ഡയറി എഴുതാറുണ്ടോ അല്ലെ? കുറച്ച് പേരെങ്കിലും ഡയറി എഴുതുന്നവരുണ്ടാവും. അല്ലെങ്കിൽ ഡയറി സ്ഥിരമായിട്ട് അല്ലെങ്കിൽ ഡയറി നിങ്ങൾ റഫ് ബുക്ക് ആയിട്ടൊക്കെ ഡയറി ഒക്കെ യൂസ് ചെയ്യുന്ന ഫ്രണ്ട്സ് അല്ലെങ്കിൽ നിങ്ങൾ തന്നെ റഫ് ബുക്ക് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഡയറി യൂസ് ചെയ്യുന്നുണ്ടാവും. ശരിയല്ലേ? അപ്പൊ ഡയറി 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ഡയറി ഇല്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇതിന് മുമ്പായിട്ട് ഇംഗ്ലീഷിൽ വന്നിട്ടില്ല. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഡയറി എന്നുള്ളത്. അതുകൊണ്ടാണ് സാർ ആദ്യമേ തന്നെ എന്ത് ഡിസ്കസ് ചെയ്യാണ്ട് പോകുന്നത്, ഡയറിയുടെ ഫോർമാറ്റ് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പറിലും എന്ത് വരുന്നുണ്ട്, ഡയറിയുടെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഡയറി ചിലവർ എഴുതുന്നുണ്ടാവും, ചിലവർ ഡയറി കണ്ടിട്ടുണ്ടാവും അല്ലെ? അല്ലെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് ഒക്കെ നോട്ട്ബുക്ക് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ റഫ് ബുക്ക് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, ഡയറി, പഴയ ഡയറികൾ. ഇപ്പോൾ 2026 2017 ഡയറിയൊക്കെ അവരെടുത്ത് എന്ത് ചെയ്യുന്നുണ്ടാവും, യൂസ് ചെയ്യുന്നുണ്ടാവും റഫ് ബുക്ക് ഒക്കെ ആയിട്ട് അല്ലെ? അപ്പൊ അതുപോലെ ഡയറിയിലേക്ക് നമുക്ക് വരാം. ഡയറിയിൽ ഇപ്പോ ഒരു ദിവസം, ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സെപ്റ്റംബർ 8 എന്നുള്ളൊരു ദിവസം, ആ ദിവസത്തെ കാര്യങ്ങൾ എഴുതാൻ ഒരു 3 പേജ് ആ ഡയറിയിൽ ഉണ്ടാവും? ഇല്ല അല്ലെ? എപ്പോഴും ഒരു ഡയറിയിൽ എന്തുണ്ടാവുള്ളൂ, ഒരു പേജ് എടുത്തു കഴിഞ്ഞാൽ അതിന് 2 ക്ലാസ് ഉണ്ടാവും. സെപ്റ്റംബർ 8 ഒരു ഭാഗത്ത് എഴുതാം, സെപ്റ്റംബർ 9 കാര്യങ്ങൾ എന്ത് ചെയ്യാം, ഒരു ഭാഗത്ത് എഴുതാം. അപ്പൊ ഡയറി എപ്പോഴും നമ്മൾ എന്താക്കാം, ഡീറ്റെയിൽ ചെയ്ത് എഴുതേണ്ട ആവശ്യമില്ല. ഡയറി എപ്പോഴും ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആക്കി വെക്കാം. പക്ഷെ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യണം, ടച്ച് ചെയ്ത് പോകണം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നിങ്ങൾ എല്ലാ ദിവസവും ഡയറി എഴുതുന്ന ഒരാളാണ്. നിങ്ങൾ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റു, കുളിച്ചു, സ്കൂളിലേക്ക് പോയി. കുറച്ചുപേർ കുളിക്കുന്നുണ്ടാവില്ല, എന്നാലും സ്കൂളിലേക്ക് പോയി വൈകിട്ട് തിരിച്ചു വന്നു, എന്നിട്ട് ട്യൂഷൻ ക്ലാസ്സിൽ പോയി, അതിന് രാത്രി വന്നു കിടന്നുറങ്ങി. പിറ്റേന്ന് രാവിലെ എഴുന്നേറ്റു, കുളിച്ചില്ല, സ്കൂളിൽ പോയി, വൈകിട്ട് സ്കൂളിൽ നിന്ന് വന്ന് ട്യൂഷൻ പോയി, വീട്ടിൽ രാത്രി നടന്നു. ഇതെല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങളല്ലേ? ഇത് ഡയറിയിൽ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഡയറി എഴുതേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഒരു ദിവസം മാത്രം പെർട്ടിക്കുലറി എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാവും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രാവിലെ നിങ്ങൾ എഴുന്നേറ്റ്, എല്ലാ ദിവസവും നടക്കുന്ന ഡയറിയിൽ എഴുതണ്ട. കുളിച്ച് വല്ലപ്പോഴും ചെയ്യുന്നതായിരിക്കും, ചിലപ്പോൾ ഡയറിയിൽ എഴുതാം. അതിനുശേഷം നിങ്ങൾ സ്കൂളിലേക്ക് പോകണം. സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഓട്ടോ ഇടിച്ചിരുന്നു. നിങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന സമയത്ത് ഒരു ഓട്ടോ ഇവിടുന്ന് വന്നിട്ട് നിങ്ങൾ ഇടിച്ച്. എല്ലാ ദിവസവും നിങ്ങൾ ഓട്ടോ ഇടിക്കാറുണ്ടോ? ഇല്ല. അന്ന് മാത്രം ഓട്ടോ ഇടിച്ചല്ലേ? അപ്പൊ അത് ഡയറിയിൽ ഏതാ? ഇന്ന് ആ സ്കൂളിൽ പോകുന്ന സമയത്ത് ഒരു ഓട്ടോ വന്ന് ഇടിച്ച്. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ സ്കൂളിൽ പോയപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ, എല്ലാ ദിവസവും ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ഉണ്ടാവില്ലല്ലോ, ഇന്ന് സംഭവിച്ചാലേ. അല്ലെങ്കിൽ ഇന്ന് ഉച്ചയ്ക്ക് ക്ലാസ് വിട്ടു, നിങ്ങളെ ഹാഫ് ഡേ എന്തായിരുന്നു, ലീവ് ആയിരുന്നു, സ്കൂൾ വിട്ടു. അല്ലെങ്കിൽ ഉച്ച മുതൽ നിങ്ങൾക്ക് സ്കൂളിൽ എന്ത് തന്നു, PT തന്നു. കുട്ടികളെല്ലാം ഗ്രൗണ്ടിലേക്ക് കളിക്കാനായിട്ട് വിട്ടു. ഇതെല്ലാ ദിവസവും നടക്കുന്ന കാര്യങ്ങളാണോ? അല്ല. ഇതൊക്കെ പ്രധാനമായിട്ട് അല്ലെങ്കിൽ അന്ന് മാത്രമെങ്കിൽ പെർട്ടിക്കുലർ നടന്ന ഒരു കാര്യമായിരിക്കുമല്ലേ? അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങൾ വേണം എവിടെ നമ്മൾ നോട്ട് ചെയ്യാനായിട്ട്, ഡയറിയിൽ നോട്ട് ചെയ്യാം. അപ്പൊ ഡയറി എപ്പോഴും എന്താ, ഷോർട്ട് ആൻഡ് ക്രിസ്പ് ആക്കി വെക്കാം. 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. ഓൾമോസ്റ്റ് ഒരു 60 to 80 വേർഡ്സ് വരെ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ഒരു ഡയറിയിൽ വേണം. ഇനി നമുക്ക് ഡയറിയുടെ ഫോർമാറ്റിലേക്ക് പോവാം. ഡയറിയുടെ ഫോർമാറ്റിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യും? ഡേയും ഡേറ്റും വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഡേ, ഡേറ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇന്ന് എന്താ ഡേ? തേഴ്സ്ഡേ, ഡേറ്റ് എന്ന് പറയും. എക്സാമ്പിൾ 8 സെപ്റ്റംബർ 2012 ഇങ്ങനെ പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അപ്പോ ഡേ, ഡേറ്റ്, തേഴ്സ്ഡേ അല്ലെങ്കിൽ വെനസ്ഡേ, 12th സെപ്റ്റംബർ 2023 ഇങ്ങനെ എഴുതാം. ഓക്കെ അല്ലേ? ഇനി അതിന് താഴെയായിട്ട് ടൈം. ഡയറി നമ്മൾ എപ്പോഴും എഴുതുന്ന സമയം ഏതാണ് അല്ലെ? രാത്രി ആയിരിക്കും അല്ലെ? അപ്പൊ 10 PM 11 PM എങ്ങനെയാന്ന് വെച്ചാൽ എഴുതാം. ആദ്യം ഡേ, ഡേറ്റ് എഴുതാം, അതിനുശേഷം എന്ത് ചെയ്യാം, ടൈം എഴുതാം. ഇനി അതിനുശേഷം വേണം നിങ്ങൾ എന്തിലേക്ക് വരാൻ, ഡയറിയുടെ ബോഡിയിലേക്ക് വരാൻ. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ 60 to 80 വേർഡ്സ് ഡയറിയിൽ വേണം. ഓക്കെ, ഒരു ക്യാരക്ടറിന്റെ ഡയറി ആയിരിക്കും നിങ്ങളുടെ എപ്പോഴും എഴുതാനായിട്ട് പറയുന്നത്. അപ്പൊ ആ ഒരു ക്യാരക്ടർ ഏതെങ്കിലും ഒരു ഇവന്റ് ബേസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഇവന്റ് ബേസ് ആയിട്ടുള്ള ഡയറി ആയിരിക്കില്ലേ? അപ്പൊ ആ ഇവന്റിനെ കുറിച്ച് മാത്രം എന്ത് ചെയ്താൽ മതി, ആ ഡയറി ചെയ്ത്. ഒരുപാട് ഡീറ്റെയിൽ ചെയ്യണ്ട, അത് നടന്നു എല്ലാം ഡീറ്റെയിൽ ഉണ്ടാവും. ഒരുപാട് ഡീറ്റെയിൽ ചെയ്ത് അതെന്തായിട്ട് മാറും, നറേറ്റീവ് ആയിട്ട് മാറും അല്ലെ? അപ്പൊ എപ്പോഴും എന്ത് ചെയ്യാ, ഡയറി കാര്യങ്ങളെല്ലാം വേണം, പക്ഷെ എന്ത് ചെയ്യാ, ഷോർട്ട് ആക്കി വെക്കാം. ഇങ്ങനെ വേണം ഡയറി എഴുതാനായിട്ട്. ഓക്കെ അല്ലേ? ഇനി ഡയറിക്ക് ഒരു ഇൻട്രൊഡക്ഷൻ വേണം. ഡയറിക്ക് എന്ത് വേണം? ഇൻട്രൊഡക്ഷൻ വേണം. എങ്ങനെ ഇൻട്രോ സ്റ്റാർട്ട് ചെയ്യും? എങ്ങനെ ആ ദിവസം എങ്ങനെയായിരുന്നു വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും എഴുതുന്ന ഒരു കാര്യം, ടുഡേ വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ അല്ലെ? എല്ലാവരും എഴുതുന്നതാണ് ടുഡേ വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ. അപ്പൊ ഒരു ടീച്ചർ എടുത്തിട്ട് ഒരു 100 ആൻസർ പേപ്പർ നോക്കിക്കഴിഞ്ഞാൽ 100ലും എന്ത് തന്നെയായിരിക്കും, ടുഡേ വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ. ശരിയല്ലേ? അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് എഴുതണ്ടേ?
ഇപ്പൊ നിങ്ങളുടെ SSLC നിങ്ങളെ പേപ്പർ വാല്യൂ ചെയ്യാൻ പോകുന്ന ടീച്ചർ നിങ്ങൾ ഓൾറെഡി പരിചയമുള്ള ടീച്ചറാണോ? അല്ല. അപ്പൊ ടീച്ചർ അത് വായിക്കുമ്പോൾ ഒരു ഇംപ്രഷൻ കിട്ടണം. നല്ലൊരു കുട്ടിയായിരുന്നോ, നല്ല വൊക്കാബുലറി ഉള്ള കുട്ടിയാണെന്ന് തോന്നാം. അപ്പൊ നല്ലൊരു ദിവസമാണെങ്കിൽ, സന്തോഷമുള്ള ദിവസമാണെങ്കിൽ ടുഡേ വാസ് എ സ്വീറ്റ് ഡേ എന്ന് എഴുതാം. എന്ത് ചെയ്താൽ പറ്റും? ടുഡേ വാസ് എ സ്വീറ്റ് ഡേ. ഒരു മോശം ദിവസമാണെങ്കിലോ, വളരെ സങ്കടമുള്ള കാര്യങ്ങൾ മാത്രമേ നടന്നിട്ടുള്ളൂ, എങ്ങനെയുള്ള ദിവസമാണെങ്കിൽ എന്ത് പറ്റും? ടുഡേ വാസ് എ സോർ ഡേ. SOUR, കയ്പുള്ള ഒരു ദിവസമായിരുന്നു. സന്തോഷമുള്ള ദിവസമാണെങ്കിൽ എങ്ങനെ എഴുതാം? ടുഡേ വാസ് എ സ്വീറ്റ് ഡേ. മോശം ദിവസമാണെങ്കിൽ എന്ത് ചെയ്യാം? ടുഡേ വാസ് എ സോർ ഡേ. ഓക്കെ അല്ലേ? അപ്പൊ എല്ലാവരും അൺഫോർഗറ്റബിൾ, ടുഡേ വാസ് ആൻ അൺഫോർഗറ്റബിൾ എന്ന് എല്ലാവരും എഴുതിയപ്പോ നമ്മൾ മാത്രം എന്ത് ചെയ്തി? ടുഡേ വാസ് എ സ്വീറ്റ് ഡേ, ടുഡേ വാസ് അല്ലെങ്കിൽ സോർ ഡേ എന്ന് എഴുതി. ടീച്ചർ വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും കണ്ടു. അപ്പൊ എന്തെങ്കിലുമൊക്കെ ടീച്ചേഴ്സിന് ഒരു കാര്യം തോന്നും അല്ലെ, ഒരു ഇംപ്രഷൻ കിട്ടും നിങ്ങളെ കുറിച്ച്. അപ്പൊ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. ആ ദിവസം എങ്ങനെയാണെന്ന് വെച്ച് തുടങ്ങാം. ടുഡേ വാസ് ആൻ അൺഫോർഗറ്റബിൾ എഴുതിയാൽ തെറ്റൊന്നുമില്ല കേട്ടോ, അതും കറക്റ്റ് ആണ്. പക്ഷെ എന്തെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക, വെറൈറ്റി ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ നോക്കാം. ടുഡേ വാസ് സ്വീറ്റ് ഡേ, സോർ ഡേ, അല്ലെങ്കിൽ ടുഡേ വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ. ഇനി അതിനുശേഷം അന്ന് നടന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക? 60 to 80 വേർഡ്സിൽ എഴുതാം. ഒരു ഇൻട്രോ വേണം, നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇൻട്രോ എഴുതി, അതിനുശേഷം അന്ന് നടന്ന കാര്യം നമ്മൾ എഴുതി, അതിനുശേഷം ഡയറിക്ക് എന്തും വേണം? ഒരു ഔട്ട്രോം വേണം. ഒരു ഡയറി നമ്മൾ അവസാനിപ്പിക്കണം. എങ്ങനെ അവസാനിപ്പിക്കും? ഇപ്പൊ ഡയറി ഒക്കെ എഴുതി കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഡയറി ഒക്കെ അടച്ചു വെച്ചിട്ട് അടുത്ത എന്തെങ്കിലും ജോലിക്ക് പോകും? ഇല്ല, ഡയറി അടച്ചു വെച്ചാൽ നമ്മൾ അടുത്ത പോയി ഉറങ്ങാനായിട്ട് പോവാണ് അല്ലെ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഇന്നത്തെ ദിവസം കഴിഞ്ഞു, ഇനി അടുത്ത ദിവസത്തിൽ നമ്മൾ ഉറങ്ങി എഴുന്നേക്കുള്ളൂ. അപ്പൊ ഹോപ്പ്ഫുള്ളി ടുമാറോ വിൽ ബി എ ബെറ്റർ ഡേ. ഹോപ്പ്ഫുള്ളി ടുമാറോ വിൽ ബി എ ബെറ്റർ ഡേ. ഹോപ്പ്ഫുള്ളി, ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്ത് പ്രതീക്ഷിക്കുന്നു? ടുമാറോ വിൽ ബി എ ബെറ്റർ ഡേ. നാളെ ഇതിലും നല്ലൊരു ദിവസമായിരിക്കും എന്ത് ചെയ്യും? ഞാൻ പ്രതീക്ഷിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്ത് വരും? ഐ ജസ്റ്റ് ഫീൽ സ്ലീപ്പി. എനിക്ക് എന്ത് ചെയ്യുന്നു? ഉറക്കം വരുന്നു. സോ ഐ എം ക്യാപ്പിംഗ് അപ്പ് മൈ പെൻ. ഞാനൊരു പേന ക്യാപ്പ് ചെയ്യുന്നു, അടക്കുന്നു. എന്ന് വെച്ചാൽ പേന അടച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? ഉറങ്ങാനായിട്ട് പോകുന്നു. ഇങ്ങനെ എഴുതാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? അതിനുശേഷം ഡയറി എപ്പോഴും നിങ്ങൾ എന്തിൽ വെക്കാം? ഡബിൾ ബോക്സ് ആക്കി വെക്കാം. ഡയറി എപ്പോഴും ഡബിൾ ബോക്സിൽ വേണം എഴുതാൻ കേട്ടോ. അപ്പൊ എപ്പോഴും ശ്രദ്ധിക്കുക, ഡബിൾ ബോക്സ് വരക്കാനുള്ള ക്വസ്റ്റ്യൻസുകളല്ലേ, ബോക്സ് വരക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഇല്ലേ. അപ്പൊ ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? മാർജിനോട് ചേർത്തെടുത്ത് നിങ്ങൾ എന്ത് എഴുതരുത്? ഇതുപോലുള്ള കാര്യങ്ങൾ എഴുതരുത്. എന്താന്ന് വെച്ചാൽ മാർജിനോട് ചേർത്ത് നിങ്ങൾ ഡേറ്റും ടൈമൊക്കെ എഴുതി തുടങ്ങി കഴിഞ്ഞാൽ അവസാനമല്ലേ നിങ്ങൾ ബോക്സ് വരക്കുള്ളൂ. ബോക്സ് എന്തിന് വെളിയിലേക്ക് പോകും? മാർജിൻ വെളിയിലേക്ക് പോകും. അത് നമ്മുടെ പ്രസന്റേഷന്റെ മോശമായിട്ട് മാറില്ലേ. അപ്പൊ ഓൾറെഡി മൈൻഡിൽ വെക്കാം, ഞാനിപ്പോ എന്താണ് എഴുതാൻ പോകുന്നത്? ഡയറിയാണ് എഴുതാൻ പോകുന്നത് അല്ലെ. ഡയറിക്ക് എന്തുണ്ട്? ഡബിൾ ബോക്സ് ഉണ്ട്. ബോക്സ് വരക്കാനായിട്ട് സ്പേസ് വേണം. അപ്പൊ അതിനുവേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? മാർജിനോട് മാറ്റിയിട്ട് വേണം എന്ത് എഴുതാനായിട്ട്? ഡേറ്റും ടൈമും കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട്. ക്ലിയർ അല്ലേ? സാർ ഒന്നുകൂടെ പറയാം. ഡയറിയുടെ ഫോർമാറ്റിൽ നിങ്ങൾ ആദ്യം ലെഫ്റ്റ് സൈഡിൽ കേട്ടോ, നിങ്ങളുടെ അടുത്ത കൈയുടെ ഭാഗത്തായിട്ട് എന്ത് ചെയ്താം? ഡേയും ഡേറ്റും എഴുതാം. അതിന്റെ താഴത്തായിട്ട് നിങ്ങൾ എന്ത് എഴുതാം? ഡേയും ഡേറ്റ് എന്ന് വെച്ചാൽ വെനസ്ഡേ 26 September 2012 അങ്ങനെ ഒരു കോമന്റ് എഴുതാം. അതായത് ടൈം 10 PM 11 PM വാട്ടെവർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള. ഇനി ഡയറിക്ക് എന്ത് വേണം? ഒരു ഇൻട്രോ വേണം അല്ലെ. ഡയറിക്ക് ഒരു ഇൻട്രോ വേണം. എങ്ങനെ തുടങ്ങാൻ പറ്റും? ടുഡേ വാസ് ആൻ അൺഫോർഗറ്റബിൾ ഡേ. സന്തോഷമുള്ള ദിവസമാണെങ്കിലോ? ടുഡേ വാസ് എ സ്വീറ്റ് ഡേ. സങ്കടമുള്ള ദിവസമാണെങ്കിലോ? ടുഡേ വാസ് എ സോർ ഡേ. അങ്ങനെ എഴുതാനായിട്ട് പറ്റും. ഇനി 60 to 80 വേർഡ്സിൽ നിങ്ങൾ എന്ത് ചെയ്യുക? കാര്യങ്ങൾ, അന്ന് നടന്ന കാര്യങ്ങൾ പറയാം. ഒരുപാട് ഡീറ്റെയിൽ ചെയ്യണമെന്നില്ല. നിങ്ങളിപ്പോ ഓൾമോസ്റ്റ് നിങ്ങൾ എഴുതുന്ന സമയത്തുണ്ടല്ലോടാ, ഒരു സെന്റൻസിൽ ഓൾമോസ്റ്റ് നിങ്ങൾ എന്തായാലും ഒരു 5 to 8 വേർഡ്സ് വരെ നിങ്ങൾ വരാറുണ്ട്. ഒരു സെന്റൻസിൽ 5 to 8 വേർഡ്സ് വരെ വരാറുണ്ട്. അങ്ങനെ ഒരു 10 or 12 സെന്റൻസ് എഴുതിക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ആ ഒരു 60 to 80 വേർഡ്സ് കവർ ചെയ്യാനായിട്ട് പറ്റും. ഇനി അവസാനം ഒരു ഔട്ട്രോ കൊടുക്കാം. എങ്ങനെ ഔട്ട്രോ കൊടുക്കും? ഹോപ്പ്ഫുള്ളി ടുമാറോ വിൽ ബി എ ബെറ്റർ ഡേ. സാർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഹോപ്പ്ഫുള്ളി ടുമാറോ വിൽ ബി എ ബെറ്റർ ഡേ. അല്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഐ ജസ്റ്റ് ഫീൽ സ്ലീപ്പി, ഐ എം ക്യാപ്പിംഗ് അപ്പ് മൈ പെൻ. എനിക്ക് എന്ത് വരുന്നു? ഉറക്കം വരുന്നു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? പേന മുഴുന്നു എന്ന് എഴുതാനായിട്ട് പറ്റും. ഓക്കെ ആണോ? ഇതാണ് ഡയറിയുടെ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഡയറി വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഡയറിയുടെ ഫോർമാറ്റ് നോക്കി. നമുക്കിനി അടുത്തത് ആയിട്ടുള്ള ഫോർമാറ്റ് ഏതായിരുന്നു? ലെറ്ററുടെ ഫോർമാറ്റ് ആണ് അല്ലെ. അപ്പൊ ലെറ്ററുടെ ഫോർമാറ്റ് സാറ് തുടങ്ങുന്ന സമയത്തെ പറഞ്ഞിട്ടാണ്. ലെറ്റർ എത്ര ടൈപ്പിലുണ്ട്? 2 ടൈപ്പ് ലെറ്റർ അല്ലെ. ഏതൊക്കെ ലെറ്റർ ആയിരുന്നു? ഫോർമൽ ലെറ്ററും ഉണ്ട്, ഇൻഫോർമൽ ലെറ്ററും ഉണ്ട് അല്ലെ. ഫോർമലും ഉണ്ട്, ഇൻഫോർമലും ഉണ്ട്. എന്തായിരുന്നു ഫോർമൽ ലെറ്റർ? ഫോർമൽ ലെറ്റർ ഹയർ അതോറിറ്റി എന്ന റിക്വസ്റ്റ് ലെറ്റർ ഒക്കെ ആയിട്ട്, ഇപ്പോ നിങ്ങൾക്ക് ഒരു ലീവ് വേണം, നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് ടീച്ചറിന് ലെറ്റർ ചെയ്തൂലേ, അതെന്ത് ലെറ്റർ ആണ്? ഫോർമൽ ലെറ്റർ ആണ്. അല്ലെങ്കിൽ എനിക്കിപ്പോ ഒരു ലീവ് വേണം, ഞാൻ എന്റെ ഹയർ അതോറിറ്റിയിലുള്ള ഒരാൾക്ക് പുള്ളിക്ക് ലെറ്റർ ചെയ്തു, HR ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്കൊക്കെ ലെറ്റർ ചെയ്തൂലേ, എനിക്ക് ഇന്നൊരു ദിവസത്തേക്ക് ലീവ് വേണം കേട്ടോ, അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ലെറ്റർ ചെയ്തൂലേ. ഇതാണ് എന്തെന്ന് വെച്ചാൽ ഫോർമൽ ലെറ്റർ. ഇൻഫോർമൽ ലെറ്റർ എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ് ഇവർക്കൊക്കെ എഴുതുന്ന ലെറ്റർ ആണ് ഇൻഫോർമൽ ലെറ്റർ. ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് രണ്ടും ഡിസ്കസ് ചെയ്യാം. ഫോർമൽ ലെറ്ററും ഡിസ്കസ് ചെയ്യാം, ഇൻഫോർമൽ ലെറ്ററും ഡിസ്കസ് ചെയ്യാം. ആദ്യം നമുക്ക് ഫോർമൽ ലെറ്റർ നോക്കാം.
ആദ്യം ഫോർമൽ ലെറ്റർ കേട്ടോ. ഫോർമൽ ലെറ്റർ ആർക്ക് എഴുതുന്ന നമ്മൾ പറഞ്ഞത് അല്ലേ? ഹയർ അതോറിറ്റീസിന് എഴുതുന്ന ലെറ്റർ ആണ് ഫോർമൽ ലെറ്റർ എന്നുള്ളത്. റിക്വസ്റ്റ് ലെറ്റർ ഒക്കെ ആയിട്ട് വരുന്ന ലെറ്റർ ആണ് ഫോർമൽ ലെറ്റർ. ഫോർമൽ ലെറ്റർ തുടങ്ങേണ്ടത് എന്ത് വെച്ചിട്ടായിരിക്കണം? ഫ്രം അഡ്രസ്. ഫോർമൽ ലെറ്റർ തുടങ്ങേണ്ടത് എന്ത് അഡ്രസ് വെച്ചിട്ടാണ്? ഫ്രം അഡ്രസ്. ഓക്കെ, ഇപ്പോ നിങ്ങളാണ് എഴുതുന്നത് ഫ്രം എന്ന് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യുക? ഫ്രം എന്ന് എഴുതരുത്, ഫ്രം അഡ്രസ് വേണം എഴുതാൻ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ നിങ്ങളുടെ ക്ലാസ്സിലെ സ്റ്റുഡൻസ് എല്ലാവരും നിങ്ങളുടെ സ്കൂളിൽ എന്ത് ചെയ്യാണ്? ഒരു പ്ലേ കണ്ടക്ട് ചെയ്യാനായിട്ട് പോവാണ്. അപ്പോൾ ആ ഒരു പ്രോഗ്രാം ഇനോഗ്രേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ അവിടുത്തെ ഒരു പോലീസ് കമ്മീഷണറെ ഇൻവൈറ്റ് ചെയ്യണം. ഫ്രം അഡ്രസ്സിൽ എന്ത് വരും? എന്റെ പേര് എഴുതാണ്ട് ക്ലാസ് 10 സ്റ്റുഡന്റ്, സ്കൂളിന്റെ പേര് എഴുതാം XYZ സ്കൂൾ, ഗവൺമെന്റ് സ്കൂൾ, സ്ഥലത്തിന്റെ പേര് എന്താ? എറണാകുളം, തിരുവനന്തപുരം, എന്താന്ന് വെച്ചാൽ എഴുതാം. ഓക്കെ, അപ്പൊ ഒരിക്കലും നിങ്ങൾ എന്ത് എഴുതരുത്? ഫ്രം എന്ന് എഴുതരുത്. അതിന് പകരം നിങ്ങൾ എന്ത് എഴുതാം? ഫ്രം അഡ്രസ് എഴുതാം. സാർ മനസ്സിലാൻ വേണ്ടി ഇവിടെ ഫ്രം എന്ന് എഴുതുന്നുണ്ട്, പക്ഷെ ഒരിക്കലും നിങ്ങൾ എന്ത് എഴുതരുത്? ആൻസർ പേപ്പറിൽ ഫ്രം എന്ന് എഴുതിയത് ഫ്രം അഡ്രസ്സിലേക്ക് വരണം. എന്താ? 10th ക്ലാസ് സ്റ്റുഡന്റ്, ഗവൺമെന്റ് സ്കൂൾ, എറണാകുളം. ഓക്കെ അല്ലേ? ഇനി ഫ്രം കഴിഞ്ഞാൽ, ഫ്രം അഡ്രസ് കഴിഞ്ഞാൽ അടുത്തത് എന്തായിരിക്കും? ചിലവരെങ്കിലും ഇപ്പൊ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടാവും ടു അഡ്രസ് എന്നല്ലേ? അതല്ല, അതിനുശേഷം എന്ത് എഴുതണം? ഡേറ്റ് എഴുതണം. മിക്കവരും തെറ്റിക്കുന്ന ഒരു ഭാഗമാണ് ഇതെന്ന് വെച്ചാൽ ഫ്രം അഡ്രസ് കഴിഞ്ഞാൽ അടുത്ത എന്തിലേക്ക് പോകും? ഒരു ടു അഡ്രസ്സിലേക്ക് പോകും. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഫ്രം അഡ്രസ് കഴിഞ്ഞാൽ എന്ത് എഴുതണം? ഡേറ്റ് എഴുതണം. ആ ലെറ്റർ നിങ്ങൾ എന്നാണോ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് അന്നത്തെ ഡേറ്റ്. അതിനുശേഷം വേണം എന്ത് എഴുതാൻ? ടു അഡ്രസ് എഴുതാൻ. സാർ നേരത്തെ പറഞ്ഞ ഫ്രം എന്നും ഡേറ്റ് എന്നും ടു എന്നും എഴുതരുത്. അതിന് പകരം അതിന്റെ ഡാറ്റാസ് ആണ് അവിടെ എഴുതുന്നത്. ഫ്രം ക്ലാസ് 10 സ്റ്റുഡന്റ്, ഗവൺമെന്റ് സ്കൂൾ, എറണാകുളം. ഡേറ്റ് ഇപ്പൊ ഡേറ്റ് എന്താ പറയുക? 12th January 2026 ഇങ്ങനെ പറയാനായിട്ട് പറ്റും. ഇനി ടു അഡ്രസ് ആർക്ക് എഴുതുന്നത്? PSI, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്, സ്ഥലത്തിന്റെ പേര് എറണാകുളം, ആ സ്ഥലത്തിന്റെ പേര് എഴുതാം. ഓക്കെ അല്ലേ? അപ്പൊ ഫ്രം അഡ്രസ് ചെയ്താ, ഡേറ്റ് ചെയ്താ, ടു അഡ്രസ് ചെയ്താ, വീണ്ടും മൈൻഡിൽ വെക്കുക. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്? ഫ്രം എന്നോ ഡേറ്റ് എന്നോ ടു എന്നോ എഴുതരുത്. അതിന് പകരം ആ ഡാറ്റാസ് വേണം അവിടെ എഴുതാനായിട്ട്. എല്ലാം ലെഫ്റ്റ് സൈഡിൽ കേട്ടോ, നിങ്ങളുടെ ഇടത് കൈയുടെ ഭാഗത്തായിട്ട് എഴുതേണ്ടത്. അതിനുശേഷം സബ്ജക്റ്റ് എന്ന് എഴുതണം കേട്ടോ. സബ്ജക്റ്റ് എഴുതി കോളൻ ഇട്ടിട്ട് എന്തിനാണ് നിങ്ങൾ ആ ലെറ്റർ എഴുതുന്നത്? ഒരു ഹയർ അതോറിറ്റിയിലേക്ക് പോകുന്ന ലെറ്റർ അല്ലേ? അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ആ ലെറ്റർ എഴുതുന്നത്? ഒരു ലൈനിൽ എഴുതാം. അത് മിക്കവാറും ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവും. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ആ ഒരു എന്തിനാണ് ലെറ്റർ എഴുതുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അത് കറക്റ്റ് പിക്ക് ഔട്ട് ചെയ്ത് എഴുതരുത്. ഇപ്പൊ നമ്മൾ ഈ ഒരു കേസിൽ എന്തെങ്കിലും ലെറ്റർ എഴുതുന്ന ഇൻവിറ്റേഷൻ ഫോർ ദ ഇനോഗ്രേഷൻ ഓഫ് അവർ പ്ലേ. ഇൻവിറ്റേഷൻ ആണ് എന്തിനു വേണ്ടിയിട്ട്? ഞങ്ങൾ സ്കൂളിൽ കണ്ടക്ട് ചെയ്യുന്ന പ്ലേ എന്ത് ചെയ്യാൻ? ഇനോഗ്രേറ്റ് ആണ്. ഇൻവിറ്റേഷൻ ഫോർ ദ ഇനോഗ്രേഷൻ ഓഫ് അവർ പ്ലേ. ഇനി അതിനുശേഷം റെസ്പെക്റ്റഡ് വെച്ച് തുടങ്ങാം. കാര്യങ്ങൾ മാത്രം പറയാം. എന്താണ് പ്രോഗ്രാം, എപ്പോഴാണ് പ്രോഗ്രാം, എന്നിട്ട് പുള്ളിക്ക് ഒരു റിക്വസ്റ്റ് പോലെ വന്നിട്ട് എന്ത് ചെയ്യുക? ഇൻവൈറ്റ് ചെയ്യാന്നുള്ള റിക്വസ്റ്റ് പോലെ പറയാം. ലാസ്റ്റ് യുവേഴ്സ് എന്ത് കൊടുക്കും? ലവിംഗ്ലി ചെയ്തു നമ്മള് ഇല്ല അല്ലെ? റിക്വസ്റ്റിലെ ഹയർ അതോറിറ്റിക്ക് വന്നു. അപ്പൊ ഒരു റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇല്ലേ? അപ്പൊ യുവേഴ്സ് ഹോപ്പ്ഫുള്ളി SD/- ഒരിക്കലും നിങ്ങൾ സൈൻ ചെയ്യരുത്. ആ സൈനിന് പകരം നിങ്ങൾ എന്ത് എഴുതാ? SD/- എഴുതാ. അതിന് താഴത്ത് വേണം എന്ത് എഴുതാൻ? നെയിം. ഇവിടെ ഫ്രം അഡ്രസ്സിൽ നിങ്ങൾ ഒരു നെയിം എഴുതണ്ടാവില്ലേ? അത് വേണം താഴത്ത് എഴുതാൻ. ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ വരുന്നത്, ഫോർമൽ ലെറ്ററിൽ വരുന്നത്. സാർ ഒന്നുകൂടെ പറയാം. ആദ്യം എന്ത് എഴുതാ? ഫ്രം അഡ്രസ് ചെയ്താ. ഫ്രം എന്ന് എഴുതരുത്, ഫ്രം അഡ്രസ് ചെയ്താ. അതിനുശേഷം എന്ത് എഴുതാ? ഡേറ്റ് ചെയ്താ. എന്നാണോ നിങ്ങൾ ആ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുന്നത് അന്നത്തെ ഡേറ്റ് ചെയ്താ. അതിനുശേഷം എന്ത് എഴുതാ? ടു അഡ്രസ് ചെയ്താ. ആർക്കാണോ നിങ്ങൾ ആ ലെറ്റർ അയക്കുന്നത് പുള്ളിയുടെ അഡ്രസ് ആയിട്ട് എഴുതാം. ഓക്കെ, അല്ലാതെ വീട്ട് അഡ്രസ് അങ്ങനെയൊന്നും വേണ്ട, ജസ്റ്റ് പുള്ളി ഒന്ന് മെൻഷൻ ചെയ്താൽ. അതിനുശേഷം സബ്ജക്ട്, എന്തിനാണോ നിങ്ങൾ ആ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്യുന്നത്? ഇപ്പൊ ഇൻവിറ്റേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും? ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിനുള്ള പെർമിഷൻ ചോദിച്ചുകൊണ്ടായിരിക്കും. എന്തിനാണോ നിങ്ങൾ ആ ലെറ്റർ എഴുതുന്നത് ആ കാര്യം എഴുതാം. അതിനുശേഷം റെസ്പെക്റ്റഡ് അല്ലെ? ഹയർ അതോറിറ്റിക്ക് എഴുതുന്ന ലെറ്റർ ആണ്. റെസ്പെക്റ്റഡ് വെച്ച് തുടങ്ങാം. അതിനുശേഷം എന്താണ് കാര്യം എന്ന് പറയാം. ഇതാണ് പ്രോഗ്രാം, ഞങ്ങൾ 10th ക്ലാസ് സ്റ്റുഡൻസ് കണ്ടക്ട് ചെയ്യാണ്. റിക്വസ്റ്റ് ആയിട്ട് കൊടുക്കാം. വന്നിട്ട് എന്ത് ചെയ്തു തരണം? ഇനോഗ്രേറ്റ് തരണം. അവസാനം യോഴ്സ് ഓഫ്ലി റിക്വസ്റ്റ് ലെറ്റർ അല്ലേ? അപ്പൊ അക്സെപ്റ്റ് ചെയ്യുന്ന പ്രതീക്ഷ ഉണ്ടാവില്ലേ? അപ്പൊ യോഴ്സ് ഓഫ്ലി SD/- സൈൻ ആണ്, സൈൻ ഇടരുത്. അതിനുവേണ്ടി SD/- ഇടാം. താഴത്തെ നെയിം, ഫ്രം അഡ്രസ്സിൽ എന്ത് നെയിമാണോ ചെയ്തത് അത് തന്നെ താഴത്ത് കൊടുക്കാം. ഓക്കെ, അപ്പോ
ഫോർമൽ ലെറ്ററിന്റെ ഫോർമാറ്റ് ക്ലിയർ അല്ലേ? ഫോർമൽ ലെറ്ററിലാണ് ഈ ഫോർമാറ്റ് ഡീറ്റെയിൽഡ് വരുന്നത്. ഇൻഫോർമലിലേക്ക് വരുന്ന സമയത്ത് എന്ത് വരുന്നില്ല? ഫോർമാറ്റ് വരുന്നില്ല. നമ്മൾ മെയിൻ ആയിട്ട് എന്തിലാണ് ഫോക്കസ് ചെയ്യുന്നത്? ഉള്ളിൽ എഴുതുന്ന കോണ്ടന്റിനാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇൻഫോർമൽ ലെറ്ററിലേക്ക് നോക്കാം. ഇൻഫോർമൽ ലെറ്റർ, വാട്ട് ഈസ് ഇൻഫോർമൽ ലെറ്റർ? ഇൻഫോർമൽ ലെറ്റർ എന്ന് വെച്ചാൽ ആർക്കെഴുതുന്ന ലെറ്റർ ആയിരുന്നു? ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, റിലേറ്റീവ്സ്, ഇവർക്കൊക്കെ എഴുതുന്ന ലെറ്റർ ആണെന്ന് വെച്ചാൽ ഇൻഫോർമൽ ലെറ്റർ. ഇപ്പൊ ഇൻഫോർമൽ ലെറ്ററിലേക്ക് വരാലോ. ഓൾമോസ്റ്റ് ഫോർമൽ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇൻഫോർമൽ ലെറ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ എന്ത് എഴുതും? ഫ്രം അഡ്രസ് എഴുതും അല്ലെ? ക്ലാസ് 10 സ്റ്റുഡന്റ്, ഗവൺമെന്റ് സ്കൂൾ, എറണാകുളം, ഫ്രം അഡ്രസ് ചെയ്തു. അതിനുശേഷം നേരത്തെ എഴുതിയ പോലെ ഡേറ്റ് എഴുതും. വീണ്ടും സാറ് പറയാണ് ഫ്രം എന്നും ഡേറ്റ് ഒന്നും എഴുതിയത് അതിന് വരെ ഡാറ്റാസ് ചെയ്തോ അല്ലെ? നേരത്തെ ഫോർമൽ ലെറ്റർ പോലെ തന്നെ ഫ്രം എന്നും എഴുതി, ഫ്രം ഡീറ്റെയിൽസ്, ഫ്രം ഡാറ്റ എഴുതി, ഡേറ്റ് എഴുതി. അതിനുശേഷം ടൂം സബ്ജക്റ്റും അല്ലേ? ഇത് വേണ്ട, നമ്മൾ നേരെ എവിടേക്ക് വരാം? ലെറ്റർ ബോഡിയിലേക്ക് വരാം. ഓക്കെ, ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സിനല്ലേ ഡിയർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്യണം. നമ്മൾ ഫോർമൽ ലെറ്ററിൽ ഷോർട്ട് ആക്കിയാണ് കാര്യങ്ങൾ എഴുതിയാന്നുണ്ടെങ്കിൽ ഇൻഫോർമൽ ലെറ്ററിൽ കാര്യങ്ങൾ എന്ത് ചെയ്യണം? ഡീറ്റെയിൽ ചെയ്യണം. അവസാനം യുവേഴ്സ് ലവിംഗ്ലി അല്ലെങ്കിൽ യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി, യുവേഴ്സ് സിൻസിയർലി എല്ലാം എഴുതാനായിട്ട് പറ്റും. SD/- നെയിം നേരത്തെ ചെയ്ത പോലെ തന്നെ എന്ത് ചെയ്യുക? അവസാനിപ്പിക്കാം. ഓക്കെ, ക്ലിയർ അല്ല എല്ലാവർക്കും? അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയായിരുന്നു? ഡയറി നോക്കിയായിരുന്നു, അതുപോലെ തന്നെ ലെറ്റർ, 2 ടൈപ്പ് ലെറ്റർ നോക്കിയല്ലേ? ഫോർമൽ നോക്കി, ഇൻഫോർമൽ നോക്കി. ഇത്രയും എല്ലാവർക്കും മനസ്സിലായോ? അപ്പൊ നമ്മൾ 2 ആളുകളുടെ ഫോർമാറ്റ് ഇപ്പൊ ഡിസ്കസ് ചെയ്തു അല്ലെ? ഡയറി കംപ്ലീറ്റ് ആയി, അതുപോലെ തന്നെ ലെറ്റർ, ഇൻഫോർമലും ഫോർമൽ നോക്കി. ഇനി നമുക്കുള്ള 3 ആളുകളാണ്. ആരൊക്കെയായിരുന്നു? നോട്ടീസ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, ഈവന്റ് ഇൻവിറ്റേഷൻ. അതിൽ നമുക്ക് അടുത്ത് നോക്കാണ്ട് പറ്റാം. ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നോക്കാം. നോട്ടീസും ഈവന്റ് ഇൻവിറ്റേഷൻ നമുക്ക് ഒന്നിച്ച് നോക്കാം. എന്താണ് അതിലൊരു എല്ലാവർക്കും കൺഫ്യൂഷൻ വരുന്നതാണ്. നോട്ടീസ് ആണോ ഈവന്റ് ഇൻവിറ്റേഷൻ ആണോ കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് ഒന്നിച്ച് നോക്കാം. നമുക്ക് അടുത്ത് നോക്കാണ്ട് പറ്റുന്നതാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ട് അല്ലെ? ഒരു ദിവസം നടന്ന കാര്യം അടുത്ത ദിവസം ന്യൂസ് പേപ്പറിലേക്ക് വരുന്ന ഡീറ്റെയിൽസ് ആണ് നമുക്ക് കൊടുക്കാനായിട്ടുള്ളത്. ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് എല്ലാ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കണ്ടിട്ടുണ്ട് അല്ലെ? നമ്മളിപ്പോ ഇത്രയും നേരം ഡയറി, ലെറ്റർ എല്ലാത്തിലും എഴുതിയാൽ എല്ലാ ഡീറ്റെയിൽസ് അല്ലെ? ഡേയും ഡേറ്റും ലെഫ്റ്റ് സൈഡിൽ വരണം, ടൈം ലെഫ്റ്റ് സൈഡിൽ വരണം, ഫ്രം, ഡേറ്റ്, ടു, സബ്ജക്ട് എല്ലാം ലെഫ്റ്റ് സൈഡിലേക്കാണ് വരുന്നത് അല്ലെ? ന്യൂസ് പേപ്പർ റിപ്പോർട്ടിലേക്ക് വന്നാൽ ചെറുതായിട്ടൊരു വ്യത്യാസം വരുന്നുണ്ട്. ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ നമ്മൾ ആദ്യമായിട്ട് എഴുതാനായിട്ട് പോകുന്നത് ഹെഡ്ലൈൻ ആണ് അല്ലെ? ഹെഡ്ലൈൻ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതാം. ഓക്കെ, എന്താണ് ആ പ്രശ്നം? അത് എഴുതിയാലും മതി. ഹെഡ്ലൈൻ എന്ത് ചെയ്യുക? ഫസ്റ്റ് ലൈനിൽ നിങ്ങൾ എന്ത് എഴുതി? ഹെഡ്ലൈൻ എഴുതി. രണ്ടാമത്തെ ലൈനിൽ നേരെ ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. എന്നിട്ട് ഓൾറെഡി ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടാവും ആരാണ് ആ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് ഉണ്ടാക്കുന്നത്. ചിലപ്പോൾ എഡിറ്റേഴ്സിന്റെ റിപ്പോർട്ട് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റാഫിന്റെ റിപ്പോർട്ട് ആയിരിക്കും. അപ്പോൾ ആരാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുക? അത് കൊടുക്കുക. ഞാനിവിടെ സ്റ്റാഫ് നടക്കുന്നത് സ്റ്റാഫ് റിപ്പോർട്ട്. എഡിറ്റർ ആണെങ്കിൽ എന്ത് വരും? അവിടെ എഡിറ്റേഴ്സ് റിപ്പോർട്ട് വരും. ആദ്യം പേജ് നടക്കായിട്ട് എന്ത് കൊടുക്കുക? ഹെഡ്ലൈൻ കൊടുക്കുക. അതിനുശേഷം ലെഫ്റ്റ് സൈഡിലായിട്ട് എന്ത് വരാം? ആരാണോ റിപ്പോർട്ട് മേക്കുന്ന പുള്ളിക്കാരൻ റിപ്പോർട്ടായിട്ട് വരാം. സ്റ്റാഫ് ആണെങ്കിൽ സ്റ്റാഫ് റിപ്പോർട്ട്, എഡിറ്റർ ആണെങ്കിൽ എന്ത് വരും? എഡിറ്റേഴ്സ് റിപ്പോർട്ട് വരും. ഓക്കെ അല്ലേ? ഇനി അതിന് താഴത്തായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ, ഡയറി ചെയ്ത പോലെ ഡേയും ഡേറ്റും കൊടുക്കാം. ഇപ്പോൾ വെനസ്ഡേ 27 സെപ്റ്റംബർ 2013 ഇങ്ങനെയൊക്കെ പറഞ്ഞ എന്ത് ചെയ്യുക? ഡേറ്റ് കൊടുക്കാനായിട്ട് പറ്റും. ക്ലിയർ അല്ലേ? ഫസ്റ്റ് ലൈനിൽ നടുക്കായിട്ട് എന്ത് വരും? ഹെഡ്ലൈൻ വരും. അതിനുശേഷം ലെഫ്റ്റ് സൈഡിൽ ആയിട്ട് എന്ത് വരും? സ്റ്റാഫ് റിപ്പോർട്ടോ അല്ലെങ്കിൽ എഡിറ്റേഴ്സ് റിപ്പോർട്ടോ വരും. അതിന് താഴത്ത് ഡേയും ഡേറ്റും വരും. ഇനി അതിന് താഴത്ത് വേണം എന്ത് എഴുതാൻ? പ്ലേസ്, സ്ഥലം എഴുതാൻ. സ്ഥലം എഴുതിയതിന് ശേഷം വേണം എന്ത് ചെയ്യാനായിട്ട്? കാര്യങ്ങൾ ഡീറ്റെയിൽ ചെയ്യാം. ഓക്കെ അല്ലേ? ഇനി ന്യൂസ് പേപ്പർ, സാറിന്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, സാറേ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ എന്തൊക്കെയാണ് എഴുതേണ്ടതെന്ന് മിക്കവരും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ. ഡയറിയിൽ എനിക്ക് എഴുതാൻ അന്ന് നടന്ന കാര്യങ്ങൾ എഴുതാം അല്ലെ? അല്ലെങ്കിൽ ലെറ്ററിലാണെങ്കിൽ ആ പുള്ളിക്കാരൻ്റെ അടുത്ത് അത് പറഞ്ഞാൽ മതി. പക്ഷെ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് എങ്ങനെ ഡ്രാഫ്റ്റ് ചെയ്യുന്ന എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? അപ്പൊ ന്യൂസ് പേപ്പർ വളരെ ഈസിയായി ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. 6 കാര്യങ്ങൾ ഉണ്ടാകും നോക്കാം. 6 കാര്യങ്ങൾ എഴുതിക്കാനാണ് ന്യൂസ് പേപ്പർ റിപ്പോർട്ടിന്റെ ആൻസർ. ഒന്നാമത്തത് വാട്ട്. ഒന്നാമത്താണ് 6 കാര്യങ്ങളല്ലേ? ഒന്നാമത്തെ ആളാണ് വാട്ട്. എന്താണ് സംഭവിച്ചത്? വാട്ട്. രണ്ടാമത്തത് ഹൂ. ആർക്കാണ് സംഭവിച്ചത്, അല്ലെങ്കിൽ ആർക്കാണ് ആ സംഭവം ഉണ്ടായത്? ഹൂ. മൂന്നാമത്തത് വെൻ. എപ്പോഴാണ് ആ സംഭവം ഉണ്ടായത്? നാലാമത്തത് വേർ. എവിടെ വെച്ചാണ് ആ ഒരു സംഭവം ഉണ്ടായത്? അടുത്തതാണ് വൈ.
എന്തുകൊണ്ടാണ് ആ സംഭവം ഉണ്ടായത്? ലാസ്റ്റ് വൺ ഹൗ, എങ്ങനെയാണ് ആ ഒരു സംഭവം ഉണ്ടായത്? ഇത്രയും എഴുതി കഴിഞ്ഞാൽ ന്യൂസ് പേപ്പറിന് ആൻസർ ആയി. ഓക്കെ അല്ലേ? അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ, ന്യൂസ് പേപ്പറിൽ ആദ്യം എന്ത് വേണം? നടുക്കായിട്ട് നിങ്ങൾ എന്ത് ചെയ്താ? ഹെഡ്ലൈൻ ചെയ്താ. ഹെഡ്ലൈൻ എപ്പോഴും എന്തിലായിരിക്കണം? ക്യാപിറ്റൽ ലെറ്റേഴ്സിലായിരിക്കണം. അതിന് ലെഫ്റ്റ് സൈഡിലേക്കായിട്ട് വന്നിട്ട് ആരാണോ റിപ്പോർട്ട്, സ്റ്റാഫ് ആണെങ്കിൽ സ്റ്റാഫ് റിപ്പോർട്ട്, അല്ലെങ്കിൽ എന്താണ് എഡിറ്റേഴ്സ് റിപ്പോർട്ട്. മിക്കവാറും എഡിറ്റേഴ്സ് എന്ന് ചോദിക്കാനാണ് സാധ്യത. എഡിറ്റേഴ്സ് റിപ്പോർട്ട് എന്ന് കൊടുക്കുക. അതിനുശേഷം താഴത്തായിട്ട് എന്ത് ചെയ്യുക? ഡേയും ഡേറ്റും വരിക. പിന്നെ അതിനുശേഷം പ്ലേസ് അല്ലെ, ഓരോ ചാപ്റ്ററിലും നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് ശ്രദ്ധിക്കാട്ടോ. ഓരോ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഓരോ സ്ഥലങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. ഇന്ന സ്ഥലം ഇവിടെ വെച്ചാണ് നടക്കുന്നത്, ഇന്ന പ്രശ്നങ്ങൾ ഇവിടെ വെച്ചാണ് നടക്കുന്നത്, ഓരോ സ്ഥലങ്ങളുടെ പേര് പറയുന്നുണ്ട് ഓരോ ചാപ്റ്ററിൽ. അത് നിങ്ങൾ എപ്പോഴും ആ ഒരു ചാപ്റ്ററുടെ ടൈറ്റിൽ സൈഡിലായിട്ട് എഴുതി വെക്കാം. അവസാനം നിങ്ങൾക്ക് എക്സാമിന് കയറുന്നതിന് മുമ്പ് പെട്ടെന്ന് നോക്കിയിട്ട് പോകാൻ പറ്റും. ഓതറുടെ പേര് പോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ആ ചാപ്റ്ററിലെ ക്യാരക്ടേഴ്സിന്റെ പേരും ആ ചാപ്റ്ററിലെ ഇവന്റ് നടക്കുന്ന സ്ഥലത്തിന്റെ പേരും. അതെപ്പോഴും എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. പ്ലേസ് മെൻഷൻ ചെയ്യുക. അതിനുശേഷം 6 കാര്യങ്ങൾ എഴുതിക്കാനാ ആൻസർ ആയി. ന്യൂസ് പേപ്പർ ഇട്ടുണ്ടോ? ഏതൊക്കെയാണ് 6 കാര്യങ്ങൾ? ഒന്നാമത്തേത് വാട്ട്, എന്താണ് സംഭവിച്ചത്. രണ്ടാമത്തേത് ഹൂ, ആർക്കാണ് സംഭവിച്ചത്. മൂന്നാമത്തേത് വേർ, മൂന്നാമത്തേത് വെൻ, എപ്പോഴാണ് സംഭവിച്ചത്. നാലാമത്തേത് വേർ, എവിടെ വെച്ചാ സംഭവിച്ചത്. അഞ്ചാമത്തെ വൈ, എന്തുകൊണ്ടാ സംഭവിച്ചത്. ആറാമത്തെ ഹൗ, എങ്ങനെയാണ് സംഭവിച്ചത്. ഈ കാര്യങ്ങൾ എഴുതിക്കാനാ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കംപ്ലീറ്റ് ആയി. ഓക്കെ, അവസാനം ഡയറി ചെയ്ത പോലെ തന്നെ ഇവരെയും എന്തിലാക്കുക? ഡയറിക്ക് നമ്മൾ ഡബിൾ ബോക്സ് കൊടുത്തില്ലേ, ഇവനെയും ഡബിൾ ബോക്സിനകത്തേക്ക് ആക്കാം. സാർ ഇപ്പൊ ഇങ്ങനെ വരയ്ക്കുന്നുള്ളൂ. നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക? സ്കെയിലും പെൻസിലും യൂസ് ചെയ്ത് കാര്യങ്ങൾ എന്ത് ചെയ്യുക? വരച്ചു പോവാം. ഓക്കെ അല്ലേ? ഇത്രയും ക്ലിയർ ആണോ? ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ അടക്കം നമുക്ക് പെട്ടെന്ന് എഴുതി പോകാനായിട്ട് പറ്റും അല്ലെ? നമ്മളൊരു ക്ലാസ്സിൽ ഇതിന്റെ ഡീറ്റെയിൽ നിങ്ങൾ ഈ ഒരു ചാനൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഓരോ യൂണിറ്റ് ഡിസ്കസ് ചെയ്തിട്ട് ആ യൂണിറ്റിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഫോർമാറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് പോകുന്നത്? ഈ ഫോർമാറ്റ് നിങ്ങൾ നോക്കി വെക്കാം. കാരണം ഈ ഫോർമാറ്റിൽ ബേസ് ആയിട്ട് ക്വസ്റ്റ്യൻസുകളേക്ക് നമ്മൾ ചെയ്തു പോകുന്നത്. അപ്പോൾ അവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ട് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മുടെ കയ്യിലുള്ള 2 ആൾക്കാരാണ് നോട്ടീസ് ആൻഡ് ഇവന്റ് ഇൻവിറ്റേഷൻ. എന്താണ് നോട്ടീസ്, എന്താണ് ഇവന്റ് ഇൻവിറ്റേഷൻ? മിക്കവർക്കും വരുന്ന ഒരു വല്ലാത്ത ഡൗട്ടാണ്. രണ്ടും ഒന്നില്ലേ? രണ്ടിനും ഒരേപോലെ തന്നെ എഴുതിയാൽ പോരെ? എല്ലാവർക്കും വരുന്ന ഡൗട്ടാണ് അല്ലെ? നോട്ടീസ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ സ്കൂളിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് നേരത്തെ പറഞ്ഞല്ലോ ശാകുന്തളം എന്നുള്ള ഒരു പ്ലേ. ആ ഒരു പ്ലേ നിങ്ങളുടെ സ്കൂളിലെ ഇംഗ്ലീഷ് ക്ലബ്ബ് എന്ത് ചെയ്യാണ്? കണ്ടക്ട് ചെയ്യാണ്. അപ്പോൾ ആ ഇംഗ്ലീഷ് ക്ലബ്ബ് കണ്ടക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു സ്കൂളിലെ ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും പാരന്റ്സിനെയും ഇൻവൈറ്റ് ചെയ്യണം. അപ്പൊ എല്ലാവരും ഒന്നിച്ച് ഇൻവൈറ്റ് ചെയ്യണ്ടേ? അത് നിങ്ങൾ ഓരോരുത്തർക്ക് പോയിട്ട് ഇങ്ങനെ പ്രത്യേകം പറയും? ഇല്ല. ഒരു നോട്ടീസ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ എന്തെങ്കിലും സ്കൂളിൽ എവിടെ ഒട്ടിക്കും? നോട്ടീസ് ബോർഡിൽ ഒട്ടിക്കും. എല്ലാവർക്കും ഉള്ള എന്താണ്? ഇൻവിറ്റേഷൻ ആണ്. എല്ലാവർക്കും ഒന്നിച്ച് കൊടുക്കുന്ന ഒരു ഇൻവിറ്റേഷൻ വിളിക്കുന്ന പേരാണ് നോട്ടീസ്. ഇനി ഇവന്റ് ഇൻവിറ്റേഷൻ, നിങ്ങളുടെ ആ ഒരു പ്ലേ ഇനോഗ്രേറ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയെ നിങ്ങൾക്ക് വിളിക്കണം. അപ്പൊ ആ സെലിബ്രിറ്റിക്ക് പ്രത്യേകമായിട്ട് ഒരു ഇൻവിറ്റേഷൻ അയക്കണ്ടേ? ഇതാണ് ഇവന്റ് ഇൻവിറ്റേഷൻ. ഓക്കെ അല്ലേ? അപ്പൊ ഒരാൾക്ക് പെർട്ടിക്കുലർ അയക്കുന്നതാണ് ഇവന്റ് ഇൻവിറ്റേഷൻ. എല്ലാവരും ഒന്നിച്ച് വിളിക്കുന്നതാണ് എന്തെന്ന് വെച്ചാൽ നോട്ടീസ്. ചെറിയ വ്യത്യാസങ്ങൾ ഇതിൽ വരുന്നുള്ളൂ. ആദ്യം നമുക്ക് എന്തിലേക്ക് പോവാം? നോട്ടീസിന്റെ ഫോർമാറ്റിലേക്ക് പോവാം. നോട്ടീസിൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാല് സാർ പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോട്ടോ. ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ പ്ലേ. English Club of your school has decided to conduct a play, Shagundalam, on World Environment Day. Okay, അല്ലേ? Prepare a notice inviting students, parents and teachers to the ceremony. ഇത്രയുള്ളൂ. English Club of your school has decided to conduct a play, Shagundalam, on World Environment Day. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യണ്ടേ? അപ്പൊ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക? തുടങ്ങുന്ന സമയത്ത് സ്കൂളിന്റെ പേര് എഴുതാം. ഒരിക്കലും നിങ്ങളുടെ സ്കൂളിന്റെ പേരോ നിങ്ങളുടെ പേരോ ആൻസർ പേപ്പറിൽ ഉണ്ടാവാൻ പാടില്ല. നിങ്ങളുടെ ഐഡന്റിറ്റി വരുന്ന ഒരു കാര്യങ്ങളും നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ആൻസർ പേപ്പറിൽ കൊണ്ടുവരരുത്. അതിന് പകരം എന്ത് ചെയ്താം? ABCD സ്കൂൾ, ABCD സ്കൂൾ അങ്ങനെ വെച്ച് വേണം. ABCD സ്കൂൾ, XYZ സ്കൂൾ, ഗവൺമെന്റ് സ്കൂൾ ഇങ്ങനെയൊക്കെ എഴുതാണ്ട് വരും. അതിനുമുമ്പായിട്ട് നോട്ടീസ് തുടങ്ങേണ്ട എപ്പോഴും മേളിൽ നിങ്ങൾ എന്തെന്ന് എഴുതാം? നോട്ടീസിന് എഴുതിയിട്ട് വേണം തുടങ്ങാൻ. അതിനുശേഷം സ്കൂളിന്റെ പേര് ABCD സ്കൂൾ. ഇനി ABCD സ്കൂൾ സ്ഥലത്തിന്റെ പേര് ഏതാ? എറണാകുളം. അതിനുശേഷം പ്രോഗ്രാമിന് പേര് എഴുതാം. ഇപ്പൊ പ്രോഗ്രാം എന്താ കണ്ടക്ട് ചെയ്യാണ്ട് പോകുന്നത്? പ്ലേ അല്ലേ? അല്ലെങ്കിൽ സെമിനാർ ആയിക്കൂലേ? നെയിം ഓഫ് പ്രോഗ്രാം ഞാനിവിടെ NOP എന്ന് എഴുതുന്നുണ്ട്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക. NOP എന്ന് വെച്ചാൽ എന്താണ്? നെയിം ഓഫ് പ്രോഗ്രാം. ഓക്കെ അല്ലേ? അപ്പൊ തുടങ്ങേണ്ട പേജിന് അടുക്കായിട്ട് നോട്ടീസിന് എഴുതാ.
അതിന് താഴത്തായിട്ട് ABCD സ്കൂൾ, ഗവൺമെന്റ് സ്കൂൾ എന്നോ XYZ സ്കൂൾ നമുക്ക് യൂസ് ചെയ്യാം. ഒരിക്കലും നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതരുത്. അതിന് താഴത്തായിട്ട് സ്ഥലത്തിന്റെ പേര് എഴുതാം. അതിന് താഴത്തായിട്ട് പ്രോഗ്രാമിന്റെ പേര് എഴുതാം. ഞാനിപ്പോ ഇവിടെ NOP എന്ന് എഴുതുന്നുണ്ട്, നെയിം ഓഫ് പ്രോഗ്രാം. ഇനി നേരെ വീണ്ടും ലെഫ്റ്റ് സൈഡിലേക്ക് വരാം. നമ്മൾ ആരൊക്കെയാണ്, ഞാനിപ്പോ പറഞ്ഞ ക്വസ്റ്റ്യനിൽ നമുക്ക് ആരൊക്കെയാണ് ഇൻവൈറ്റ് ചെയ്യാനുള്ളത്? പാരന്റ്സ്, ടീച്ചേഴ്സ് ആൻഡ് സ്റ്റുഡൻസ്. അപ്പൊ എങ്ങനെ തുടങ്ങാൻ പറ്റും? റെസ്പെക്ടഡ് ടീച്ചേഴ്സ്, പാരന്റ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇപ്പോൾ ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും മാത്രം ഇൻവൈറ്റ് ചെയ്താൽ മതിയെങ്കിലോ എന്ത് വരും? റെസ്പെക്ടഡ് ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇപ്പൊ സ്റ്റുഡൻസിനെ മാത്രം ഇൻവൈറ്റ് ചെയ്താൽ മതിയെങ്കിൽ എങ്ങനെ തുടങ്ങും? മൈ ഡിയർ ഫ്രണ്ട്സ് വെച്ച് തുടങ്ങും. ഓക്കെ അല്ലേ? അപ്പോ സ്റ്റാർട്ടിങ് എപ്പോഴും ശ്രദ്ധിക്കുക, സല്യൂട്ടേഷൻ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. സല്യൂട്ടേഷൻ എപ്പോഴും എന്തായിരിക്കണം? ആരേക്കാണ് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യേണ്ടത് അത് വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ? സല്യൂട്ടേഷൻ എഴുതാനായിട്ട്. സ്റ്റുഡൻസിനെ മാത്രം മതിയെങ്കിൽ മൈ ഡിയർ ഫ്രണ്ട്സ്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ആണെങ്കിൽ പാരന്റ്സിനെയും ടീച്ചേഴ്സിനെയും സ്റ്റുഡൻസിനെയും ഇൻവൈറ്റ് ചെയ്യണം അല്ലെ? അപ്പൊ റെസ്പെക്ട് ടീച്ചേഴ്സ്, പാരന്റ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് ഇങ്ങനെ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നമ്മളിപ്പോ പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലെ, ഇംഗ്ലീഷ് ക്ലബ് ഓഫ് യുവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് എ പ്ലേ ശാകുന്തളം ഓൺ വേൾഡ് എൻവയൺമെന്റ് ഡേ. ഇതിൽ ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ആൻസർ ആയി. ഇംഗ്ലീഷ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ പ്ലേ ശാകുന്തളം ഓൺ. ഓൺ എഴുതിയതിനു ശേഷം നിങ്ങൾ എപ്പോഴും എന്ത് എഴുതാ? ഡേറ്റ് എഴുതാം. ഓൺ എഴുതിയതിനു ശേഷം എന്ത് എഴുതണം? ഡേറ്റ് എഴുതണം. അതിനുശേഷം അറ്റ് എഴുതിയതിനു ശേഷം നിങ്ങൾ എന്ത് എഴുതാ? ടൈം. അറ്റ് എഴുതിയതിനു ശേഷം എന്ത് എഴുതാ? നിങ്ങൾ ടൈം. അവസാനം ഇൻ എഴുതിയതിനു ശേഷം നിങ്ങൾ എന്ത് ചെയ്യാ? വെന്യൂ, സ്ഥലം എഴുതാം. ഓക്കെ അല്ലേ? ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പൊ നോക്കിയാടാ, ഇംഗ്ലീഷ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാസ് ഡിസൈഡ് ടു കണ്ടക്ട് എ പ്ലേ ഓൺ 27th March 2022 എന്നൊക്കെ പറഞ്ഞു എഴുതാം. at 10:30 AM ഇൻ അവർ സ്കൂൾ ഓഡിറ്റോറിയം. ഓക്കെ അല്ലേ? ഇങ്ങനെ വേണം എഴുതാനായിട്ട്. ക്ലിയർ ആണോ? ഇനി അപ്പൊ നോക്കിയേ, ആദ്യം നോട്ടീസ് എഴുതി പേജ് നടുക്കായിട്ട്, അതിനുശേഷം ABCD സ്കൂളിന് എഴുതി, സ്ഥലത്തിന്റെ പേര് എഴുതി, അതിനുശേഷം നമ്മൾ എന്ത് എഴുതി? നെയിം ഓഫ് പ്രോഗ്രാം എഴുതി. ഇനി എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്ന സല്യൂട്ടേഷൻ എഴുതി. എന്തായിരുന്നു? റെസ്പെക്ട് ടീച്ചേഴ്സ്, പാരന്റ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇംഗ്ലീഷ് ക്ലബ് ഓഫ് അവർ സ്കൂൾ ഹാഡ് ഡിസൈഡ് ടു കണ്ടക്ട് എ പ്ലേ ഓൺ, എന്നിട്ട് ഡേറ്റ് ചെയ്താ, അറ്റ് ചെയ്തിട്ട് ടൈം ചെയ്താ, ഇൻ ചെയ്തിട്ട് എന്ത് ചെയ്യാ? സ്ഥലം എഴുതും. ഓക്കെ ആണോ? ഡൗട്ട് ഉണ്ടോ? ഇനി ചില ക്വസ്റ്റ്യനിൽ അവർ പ്രോഗ്രാം ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യാനായിട്ട് പറയും. ഓക്കെ, പ്രോഗ്രാം ഡീറ്റെയിൽസ്. ഇപ്പൊ പ്രോഗ്രാം ഡീറ്റെയിൽസ് മെൻഷൻ ചെയ്യാൻ പറഞ്ഞാല് നിങ്ങൾ പേജ് നടുക്കായിട്ട് പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്ന് ഹെഡിങ് കൊടുക്കാം. പ്രോഗ്രാം ഡീറ്റെയിൽസ് എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക? ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് വേണം എപ്പോഴും പ്രോഗ്രാം ഡീറ്റെയിൽസ് വളരെ കുറച്ച് പ്രോഗ്രാംസ് നിങ്ങൾ ഇതാക്കിയാൽ മതി. ഒന്നാമത്തെ പ്രോഗ്രാം എന്തായിരുന്നു? വെൽക്കം സ്പീച്ച്. എപ്പോഴും ഒന്നാമത്തെ പ്രോഗ്രാം എന്തായിരിക്കും? വെൽക്കം സ്പീച്ച്. അത് നിങ്ങൾ എന്താക്കി കൊടുക്കുക? സ്കൂൾ ലീഡറോ അല്ലെങ്കിൽ ക്ലബിന്റെ സെക്രട്ടറിയോ ആരെയാണെന്ന് വെച്ചാൽ കൊടുക്കാം. അതിനുശേഷം എന്ത് വരും? പ്രസിഡൻഷ്യൽ അഡ്രസ്. പ്രസിഡൻഷ്യൽ അഡ്രസ് മിക്കവാറും നിങ്ങൾ ആയിരിക്കും തന്നെ കൊടുക്കുക? പ്രിൻസിപ്പലിന് കൊടുക്കാം. അതിനുശേഷം ഇനോഗ്രേഷൻ നിങ്ങൾ ആരെയും ഇൻവൈറ്റ് ചെയ്യണമല്ലോ, അത് കൊടുക്കാം. അവസാനം വോട്ട് ഓഫ് താങ്ക്സ്. അതും സ്കൂൾ ലീഡറോ അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലബിന്റെ സെക്രട്ടറിയോ ആരെന്ന് വെച്ച് കൊടുക്കാം. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സാർ ഇപ്പൊ എഴുതിയപ്പോ പല ഇതിലായി പോയി. നിങ്ങളെല്ലാം എന്ത് ചെയ്യുക? ഒരു ലൈനിലാക്കിയിട്ട് ഈ എല്ലാ കാര്യങ്ങളും ഈ ഡോട്ട് എല്ലാം ഒരു ലൈനിലാവാനായിട്ട് എന്ത് ചെയ്യുക? ശ്രദ്ധിക്കുക. ഓക്കെ, അവസാനം എന്ത് വരും? യുവേഴ്സ് സിൻസിയർലി SD/- അതിനുശേഷം എന്ത് ചെയ്യുക? ക്ലബിന്റെ സെക്രട്ടറി കൊടുക്കാം. ഇതെല്ലാം എന്തിലാക്കുക? നിങ്ങൾ ഡബിൾ ബോക്സിലാക്കാം. 3 ക്വസ്റ്റ്യൻസിനാണ് എന്ത് വരുന്നത്? ഡബിൾ ബോക്സിന്റെ കാര്യങ്ങൾ വരുന്നത്. ഏതിനൊക്കെയായിരുന്നു? ഡയറി വരുന്നുണ്ട്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട് വരുന്നുണ്ട്, നോട്ടീസ് വരുന്നുണ്ട്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. നോട്ടീസിൽ ആദ്യം നോട്ടീസ് എഴുതാ, അതിനുശേഷം ABCD സ്കൂളിൽ നിന്ന് എഴുതാ, AKM അല്ലെങ്കിൽ സ്ഥലത്തിന്റെ പേര് എഴുതാ, നെയിം ഓഫ് പ്രോഗ്രാം. അതിനുശേഷം എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുക, റെസ്പെക്ട് ടീച്ചേഴ്സ്, പാരന്റ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് വെച്ച് തുടങ്ങുക. ക്വസ്റ്റ്യനിൽ പറഞ്ഞാൽ ചെറിയ മാറ്റം വരുത്തിക്കാൻ എന്ത് ചെയ്യും? ആൻസറിലേക്കാവും. ഓൺ ചെയ്തിട്ട് ഡേറ്റ്, അറ്റ് ചെയ്തിട്ട് ടൈം, ഇൻ ചെയ്തിട്ട് എന്ത് ചെയ്യുക? വെന്യൂ. അതിനുശേഷം പ്രോഗ്രാം ഡീറ്റെയിൽസ്. ഒരു 4-5 പ്രോഗ്രാംസ് മതിയാവും. ഇതിനിടെ സാർ ഒരു കാര്യം വിട്ടുപോയി, വെൽക്കം സ്പീച്ച് എഴുതാം അല്ലെ? അതുപോലെ പ്രസിഡൻഷ്യൽ അഡ്രസ്, ഇനോഗ്രേഷൻ. അതിനുശേഷം നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന പ്ലേ, അത് ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? മെൻഷൻ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്ന പ്രോഗ്രാം എന്താണ്? ഈ ഒരു ഭാഗത്തായിട്ട്, ഈ ഒരു യെല്ലോയിൽ മാർക്ക് ചെയ്യുന്ന ഭാഗത്ത് എന്ത് ചെയ്യുക? മെൻഷൻ ചെയ്ത് കൊടുക്കുക. അവസാനം എന്ത് വരും? വോട്ട് ഓഫ് താങ്ക്സ് വരും. ലാസ്റ്റ് എന്ത് കൊടുക്കുക? യു ആർ സിൻസിയർലി സെക്രട്ടറി. മിക്കവാറും ക്ലബിന്റെ ഇങ്ങനത്തെ കാര്യങ്ങൾ മേക്ക് ചെയ്യുന്ന ആരായിരിക്കും? ക്ലബിന്റെ സെക്രട്ടറി ആയിരിക്കും. ഓക്കെ, അപ്പൊ നോട്ടീസ് ക്ലിയർ അല്ലേ?
അപ്പൊ നമ്മളിപ്പോ നോട്ടീസും കൂടി ഇപ്പോ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്കുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവന്റ് ഇൻവിറ്റേഷൻ. അപ്പോൾ ഇവന്റ് ഇൻവിറ്റേഷനിലേക്ക് നമുക്ക് പോകുന്ന സമയത്ത് നോക്കാലോ. അപ്പൊ ഓൾറെഡി ഞാൻ പറഞ്ഞു, നോട്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകൾ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നതാണ്. എന്തെന്ന് വെച്ചാൽ നോട്ടീസ് ഒരാൾക്ക് മാത്രം ഇടാം. ഒരു പ്രോഗ്രാം പ്രോഗ്രാം ഇപ്പൊ ഇനോഗ്രേറ്റ് ആയിട്ട് നമ്മൾ ഒരാൾ ക്ഷണിക്കുന്നില്ലേ, പുള്ളിക്കൊക്കെ കൊടുക്കുക നമുക്ക് എന്തെന്ന് വിളിക്കാം, ഇവന്റ് ഇൻവിറ്റേഷൻ വിളിക്കാം. അപ്പോൾ ഇവന്റ് ഇൻവിറ്റേഷനിലേക്ക് വരുന്ന സമയത്ത് ചെറിയ വ്യത്യാസങ്ങൾ വരുത്തിയാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ നെയിം, സ്കൂളിലെ പേര് ഏതാ, അല്ലെങ്കിൽ ABCD സ്കൂൾ ഇങ്ങനെ എഴുതുന്നുണ്ട് നമ്മൾ. അതിനുശേഷം നേരത്തെ പറഞ്ഞ പോലെ നെയിം ഓഫ് പ്രോഗ്രാം അല്ലെങ്കിൽ നെയിം ഓഫ് ഇവന്റ് പേജ് നടക്കായിട്ട് കേട്ടോ. ഇനി നേരെ നമുക്ക് ഇതിലേക്ക് വരാം. റെസ്പെക്റ്റഡ് അത് പുള്ളിയുടെ പേര് കൊടുക്കാം. ഇപ്പോ റെസ്കിൻ ബോണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, പുള്ളിയുടെ പേര് കൊടുക്കാം. അതിനുശേഷം ആ പ്രോഗ്രാമിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, കാര്യങ്ങൾ എഴുതാം. ഇവിടെയും എഴുതേണ്ട കാര്യങ്ങൾ ഓൾമോസ്റ്റ് നമ്മൾ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ എഴുതില്ലേ, അതിനോട് സെയിം ആണ്. ഇപ്പോ ന്യൂസ് പേപ്പർ നമ്മൾ എന്തൊക്കെയാ എഴുതിയത്, ഒന്നാമത്തത് വാട്ട്, എന്ത് പ്രോഗ്രാമാണ്. രണ്ടാമത്തത് വെൻ, എപ്പോഴാണ് ആ പ്രോഗ്രാം നടക്കുന്നത്. മൂന്നാമത്തെ വേർ, എവിടെ വെച്ചാണ് ആ പ്രോഗ്രാം നടക്കുന്നത്. അടുത്തത് ഹൂ, ആരാണ് ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. അടുത്തത് വൈ, ഒരു റീസൺ ഉണ്ടാവില്ല ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാൻ, എന്തിനാണ് ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഹൗ, എങ്ങനെയാണ് നിങ്ങൾ എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്തിരിക്കുന്നത്, ഓർഗനൈസ് ചെയ്തിരിക്കുന്നത്. ഈ കാര്യങ്ങൾ നമ്മളിപ്പോ ന്യൂസ് പേപ്പർ റിപ്പോർട്ടിൽ എഴുതിയ അതേ കാര്യങ്ങൾ തന്നെ നിങ്ങൾ എവിടെയും കൊടുക്കുക, ഒരു എന്തില് ഇൻവിറ്റേഷൻ വരുന്ന സമയത്ത് കൊടുക്കാം. അവസാനം എന്ത് ചെയ്യും, ഒരു ലൈനും കൂടി നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞിട്ട് ഒരു ലൈനും കൂടി നിങ്ങൾ എക്സ്ട്രാ എഴുതണം. സാറ് റെഡിൽ കറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്നത്. ആ ലൈൻ എന്താന്ന് വെച്ചാൽ, ഈ ഒരു പ്രോഗ്രാമിലേക്ക് ഞങ്ങൾ എന്ത് ചെയ്യുന്നു, ഇൻവൈറ്റിംഗ് യു ടു ദിസ് സെറമണി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, അവസാനത്തെ ലൈനായിട്ട് വേണം നിങ്ങൾ എന്ത് കൊടുക്കാൻ, പുള്ളിയെ ഇൻവൈറ്റ് ചെയ്യാൻ. അല്ലാതെ തുടക്കമേ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഇൻവൈറ്റ് ചെയ്യണ്ട. ആദ്യമേ നെയിം ഓഫ് പ്രോഗ്രാം, റസ്കിൻ ബോണ്ട് വെച്ചൊക്കെ തുടങ്ങി, എന്താണ് പ്രോഗ്രാം, എപ്പോഴാണ് പ്രോഗ്രാം, എവിടെ വെച്ചാണ്, ആരൊക്കെ കൂടിയാണ് കണ്ടക്ട് ചെയ്യുന്നത്, എന്തിനാണ് നിങ്ങൾ ആ കണ്ടക്ട് ചെയ്യുന്നത്, എങ്ങനെയാണ് നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നത്, ഇത്രയും പറഞ്ഞതിന് ശേഷം അവസാന ലൈനായിട്ട് എന്ത് ചെയ്യാം, വി ആർ കോർഡിയലി ഇൻവൈറ്റിംഗ് യു ടു ദിസ് സെറമണി എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഇൻവൈറ്റ് ചെയ്യാം. ഓക്കെ അല്ലേ. അതിനുശേഷം ആരാണ് ഈ ലെറ്റർ എഴുതിയാന്ന് നേരത്തെ ചെയ്ത പോലെ യുവേഴ്സ് സിൻസിയർലി SD ഹൈഫൻ, അതുപോലെ തന്നെ എന്ത് കൊടുക്കുക, നെയിം കൊടുത്തു കഴിഞ്ഞാൽ ഇവന്റ് ഇൻവിറ്റേഷൻ ആയി. പുള്ളി ആ ഒരു പ്രോഗ്രാമിലേക്ക് നിങ്ങൾ എന്ത് ചെയ്തു, ഇൻവൈറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പൊ ഇത്രയും ക്ലിയർ അല്ലേ. അപ്പൊ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് 5 ടോപ്പിക്കിലായിട്ട് 6 ഫോർമാറ്റുകളായിരുന്നു. ഏതൊക്കെയായിരുന്നു, ഡയറി, ലെറ്റർ, നോട്ടീസ്, ന്യൂസ് പേപ്പർ റിപ്പോർട്ട്, അതുപോലെ തന്നെ ഇവന്റ് ഇൻവിറ്റേഷൻ. അപ്പോൾ ഈ ഒരു ഫോർമാറ്റുകൾ നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ഫോർമാറ്റിന് എക്സാമിന് കറക്റ്റ് ആയിട്ട് എന്ത് വരുന്നുണ്ട്, മാർക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത വീഡിയോസ് കാര്യങ്ങളൊക്കെ ഈ യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എന്ത് മനസ്സിലാവും, ഓരോ യൂണിറ്റ് ഡിസ്കസ് ചെയ്തിട്ട് ആ യൂണിറ്റിൽ നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് പോകും. ആ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഫോർമാറ്റ് ഡീറ്റെയിൽ ചെയ്യണമെന്നില്ല. അപ്പൊ നിങ്ങൾ ഈ വീഡിയോയിൽ ഫോർമാറ്റ് മനസ്സിലാക്കുക. ആ ഒരു വീഡിയോസിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആയിരിക്കും കൂടുതൽ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പൊ അത് വെച്ച് നിങ്ങൾ ഫോർമാറ്റ് ആയിട്ട് കണക്ട് ചെയ്ത് പോവാം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെയായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഫോർമാറ്റ് ക്ലിയർ ആയെന്ന് മനസ്സിലാവുന്നു. അപ്പൊ ഒന്നുകൂടെ ഡൗട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യാം, ഒന്ന് റിവൈൻഡ് അടിച്ച് കാര്യം നോക്കാം. ഓക്കെ.